ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതാ ഞാൻ രാവിലെ ഉറക്കമൊക്കെ എണീച്ചു, കുളിയൊക്കെ കഴിഞ്ഞു. അവിടെ അടുപ്പിന് കാപ്പികളിടുന്നതിൻ്റെയൊക്കെ ഒരു തിരക്കിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കാപ്പികളിടണം. കുറച്ച് കടല ഇന്നലെ വെള്ളത്തിൽ ഇട്ടായിരുന്നു, അതിന് കടലക്കറി വയ്ക്കാനായിട്ടുള്ള പ്ലാനാണ് കേട്ടോ. അപ്പം കുഞ്ഞുങ്ങൾക്ക് കടലക്കറിയും ഗ്രീൻ പീസ് കറി അതൊക്കെയാണ് അവർക്ക് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് അവരൊക്കെ വേണ്ടിയാണ്. അപ്പോൾ ഇന്ന് കടലക്കറി, ഗോതമ്പ് ഇട്ട്, പിന്നെ കുറച്ച് അപ്പത്തിൻ്റെ മാവ് ഇരിപ്പുണ്ട്. അപ്പോൾ അതെടുത്ത് ഒരു 2-3 അപ്പവും കൂടെ ചുടാമെന്ന് കരുതി. അപ്പോൾ അതാ ഞാനിങ്ങനെ കടലക്കറി വയ്ക്കാനായിട്ട് കുക്കറൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചു. അപ്പോൾ ഇനി നമുക്ക് ഉള്ളിയൊക്കെ അരിഞ്ഞ് ഒരു ചെറിയ രീതിയിൽ വയ്ക്കാമെന്ന് കരുതി. പിന്നെ കാപ്പികളിടണം. മീൻ ഇന്ന് നമുക്ക് കിട്ടിയില്ലായിരുന്നു. മീൻ കിട്ടുമെന്ന് കരുതിയാണ് കുറേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തത്. ഇന്ന് മീൻ കൊണ്ടുവന്നില്ല. പിന്നെ മീൻ കുറച്ചല്ലാതെ നമ്മൾ കുറച്ച് വെച്ചിരുന്നത് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചക്കത്തേക്ക് അത് മതിയാവും. അപ്പോൾ അതാ കട്ടൻ ചായ ഇങ്ങനെ തിളയ്ക്കണം കേട്ടോ. കട്ടൻ ചായ എന്നല്ല, കട്ടൻ കാപ്പി എന്ന് പറയും. അപ്പം ഇവിടെ ഉള്ളവർക്കൊക്കെ കാപ്പിയാണ് കൂടുതൽ ഇഷ്ടം. എനിക്ക് കട്ടൻ ചായയാണ് ഇഷ്ടം. അപ്പോൾ അത് കഴിഞ്ഞതാ നമ്മൾ ഇതിൽ തന്നെ ഇപ്പോൾ കടലയും കൂടെ എടുത്ത് വെച്ചു. ഇപ്പോൾ കടലക്കറി കുക്കറിലിരുന്ന് ഫിസിൽ കേട്ടതിന് ശേഷം ബാക്കിയുള്ള പണിയെല്ലാം ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അതാ ഞാൻ കാപ്പിവെള്ളവും ബ്രെഡൊക്കെ എടുത്തുകൊണ്ട് വന്നു. അതാ നമ്മൾ വിളക്കൊക്കെ രാവിലെ ഇപ്പോൾ കത്തിക്കുന്നുണ്ട്. രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ജോലി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വലിയ മടിയൊന്നുമില്ല. അപ്പോൾ എനിക്കിപ്പോൾ അതൊരു ശീലമായി തന്നെ. അത് ചെയ്തില്ലെങ്കിൽ ഒരുമാതിരിയാണ്. അപ്പോൾ അതാ ഞാൻ ആ ബ്രെഡൊക്കെ കഴിക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് ഈ കാപ്പി വെള്ളത്തിൽ ഇങ്ങനെ ബ്രെഡ് ഇങ്ങനെ മുക്കി കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ രാവിലെ എന്തെങ്കിലും വല്ല ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ബ്രെഡോ എന്തെങ്കിലും ഇങ്ങനെ കഴിക്കുന്നത് ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ എന്താ ഇങ്ങനെ അവിടെ മീൻ വരുന്നുണ്ടോ എന്നിങ്ങനെ നോക്കുകയാണ് കേട്ടോ. മീൻ ഇതുവരെയും വന്നില്ല, എന്ത് പറ്റിയാണെന്ന് അറിയത്തില്ല. അപ്പോൾ ഞാനിങ്ങനെ അത് നോക്കിയാണ് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇനി എന്താ പറയണ്ടേ, നമുക്ക് നമ്മളെ വീഡിയോയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കൊക്കെ തരണം കേട്ടോ. ബോറാവുന്നുണ്ടെങ്കിലും അഭിപ്രായം ഇടണം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അതിന് ശേഷം കുറച്ച് തുണികളുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങളെ സ്കൂളിലൊക്കെ പറഞ്ഞ് വിട്ടായിരുന്നു. അത് കുറേ പണികളുണ്ടായിരുന്നു, വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് കുറച്ച് തുണികൾ, കറമ്പിക്കുട്ടിയുടെ യൂണിഫോമൊക്കെയാണ്, അത് എത്ര കഴുകിയാലും അതിൻ്റെ അഴുക്കേ പോവില്ല. അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് കേട്ടോ. റോസ് കളറും കൂടെ ആയതുകൊണ്ട് പറ്റിയ എളുപ്പം പോകത്തില്ല. അതിങ്ങനെ മുക്കിയൊക്കെ വെച്ചു. അത് കഴിഞ്ഞ് ഇനി നമുക്ക് മുറ്റം അടിക്കണം. ഇപ്പോൾ രാവിലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ കറമ്പിക്കുട്ടിയൊക്കെ ഒരു 9 മണിയൊക്കെ ആയപ്പോൾ പോയി. അത് കഴിഞ്ഞ് നമ്മൾ തുണി മുക്കി വെച്ചു. ഇനി മുറ്റം അടിക്കാനുണ്ട്. തുണി ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ കഴുകി ഇടുള്ളൂ. അപ്പോൾ അതിൻ്റെ അഴുക്കൊക്കെ നല്ലതുപോലെ ഇളവട്ടെ എന്ന് കരുതി. അപ്പോൾ മുറ്റത്ത് ഇഷ്ടം പോലെ ചവറുകളുണ്ട് കേട്ടോ. അപ്പം എന്നും ഇങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഈ ഉണക്കക്കാലം ആയതുകൊണ്ട് ഫുള്ളും മുറ്റം അടിച്ച് വരപ്പോൾ ഒരുപാട് പാടുപെടും. അപ്പോൾ ഞാൻ രാവിലെ കാപ്പി ഉണ്ടാക്കിയെങ്കിലും എനിക്ക് കുടിക്കാനായിട്ട് ഞാൻ ഉണ്ടാക്കിയില്ല. എനിക്ക് പുട്ട് വേണ്ടായിരുന്നു. ഇനി അപ്പത്തിൻ്റെ മാവ് കുറച്ചേ ഉള്ളായിരുന്നു. അപ്പോൾ എനിക്കിനി ഉപ്പുമാവായാലും ഉണ്ടാക്കാമെന്ന് ഞാൻ കരുതി. ഇപ്പോൾ 10 മണിക്ക് അപ്പം എന്തെങ്കിലും ഉണ്ടാക്കി ഞാൻ കഴിക്കുകയുള്ളൂ. അവരൊക്കെ ഉള്ളതെല്ലാം ഉണ്ടാക്കി അവരൊക്കെ ആഹാരമൊക്കെ കൊടുത്ത് പിന്നെ ഉച്ചയ്ക്ക് ഒരു സ്കൂളിൽ നിന്നാണ് കഴിക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ വന്ന് മുറ്റമൊന്ന് അടിച്ച് വരാമെന്ന് കരുതി. അപ്പോൾ നമ്മളിപ്പോൾ മുറ്റം ഇപ്പോൾ രാവിലെ അടിച്ച് വരലും വൈകുന്നേരം നോക്കുമ്പോൾ നമ്മൾ മുറ്റം അടിക്കാത്ത കണക്ക് ഇങ്ങനെ ഒന്ന് കിടക്കും കേട്ടോ, കരിയില. അത് ഈ ചൂട് കാലം ആയതുകൊണ്ടാണ്. മഴത്തെ ടൈമിലാണെങ്കിൽ പുല്ലാണ് കൂടുതൽ കയറുന്നത്. അപ്പോൾ 2 ടൈമായാലും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചൂടുകാലം ആയപ്പോൾ ചവറും, മഴക്കാലം ആയപ്പോൾ പുല്ലിങ്ങനെ കയറിക്കൊണ്ട് വരും. അത് ഇങ്ങനെ പുരയുടെ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ്. അപ്പം കുറേശ്ശെ പുല്ലിങ്ങനെ പൊഴുത്, അതിനേക്കാളും എനിക്ക് തോന്നുന്നു ഇതാണ് എളുപ്പമെന്ന് തോന്നി. ചവറ് തൂത്താൽ മതിയല്ലോ. അപ്പോൾ ചവറിങ്ങനെ തൂത്ത് വാരിക്കൊണ്ട് വരണം കേട്ടോ. ഇവിടെയൊക്കെ ചെറിയ ചെറിയ പൊടികളും തെങ്ങിൻ്റെ പൂക്കുലയുടെ ഇതൊക്കെ ഉള്ളൂ. അങ്ങോട്ടാണ് കൂടുതലും ചവറൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് രാവിലെ ഒരുവിധം ജോലി തീർക്കാൻ എനിക്ക് ഏറ്റവും എളുപ്പം മുറ്റം തൂപ്പും തുണി കഴുകലൊക്കെ കഴിഞ്ഞാൽ പിന്നെ അകത്തുള്ള ജോലികൾ വലിയ പാടായിട്ടുള്ള ജോലികളൊന്നുമില്ല. പിന്നെ പാത്രം കഴുകൽ, അത് ഞാൻ രാവിലെ എല്ലാം കഴുകിയുണ്ട്. എനിക്കതിപ്പം ഇനി അകത്ത് കയറിയ പാത്രം കഴുകാനൊന്നുമില്ല. പാത്രമെല്ലാം കഴുകി എല്ലാം പറക്കി അടുക്കളയൊക്കെ ക്ലീനാക്കി ഇട്ടു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് മുറ്റം അടിക്കാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെളിയിലോട്ട് ഇറങ്ങിയത്. ഇപ്പം
തുണിയും കൂടെ കഴുകിയാൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ വരെ പകുതി വരെ നമ്മളിവിടെ ഈ ചുടുകല്ല് വെച്ചിങ്ങനെ പണ്ടുള്ളൊരു തറ കണക്കാണ് കേട്ടോ. അത് പിന്നെ സിമെൻ്റൊന്നും ഇട്ടില്ല. പിന്നെ ഇതാ ഇങ്ങനെ വെള്ളം ആരെങ്കിലും ഫ്രണ്ടിൽ വയ്ക്കാറുണ്ടോ? ഞാൻ എന്താ വെള്ളം ഇങ്ങനെ ചെറിയ രീതിയിൽ ഫ്രണ്ടിൽ എന്നും വെക്കാറുണ്ട്. കാരണം ഇപ്പോൾ ചൂടുകാലം മാത്രം അല്ല നമ്മളിങ്ങനെ വെള്ളം വയ്ക്കിയപ്പം നമ്മൾ സൂര്യഭഗവാനെ സങ്കല്പിച്ചാണ് വെള്ളം വയ്ക്കുന്നത്. പണ്ടേ എൻ്റെ അമ്മയൊക്കെ അങ്ങനെ വയ്ക്കാറുണ്ട്. ഇങ്ങനെ വെള്ളം വെക്കണമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതേ കണക്ക് ഞാനിപ്പോൾ കണ്ടിന്യൂ ആയിട്ട് വെള്ളം വയ്ക്കാറുണ്ട്. കുറേ നാളുകൊണ്ട്, ഇപ്പോഴൊന്നുമല്ല, കുറേ നാളുകൊണ്ട് വയ്ക്കാറുണ്ട്. അപ്പം ഇപ്പം ഈ ചൂടുകാലം കൂടെയൊക്കെ ആയതുകൊണ്ട് കാക്കയോ കിളികളൊക്കെ വന്നിങ്ങനെ വെള്ളം കുടിക്കും. അപ്പോൾ അവർക്ക് അവരെ ദാഹമൊക്കെ മാറുകയും ചെയ്യും. നമ്മൾ ഒരു വെള്ളം വയ്ക്കുന്നതുകൊണ്ട് ആ ഒരു കാക്കയൊക്കെ വന്ന് ഇങ്ങനെ കുടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കത് ഇങ്ങനെ വെള്ളം വയ്ക്കുന്നത് ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഇതാ മിച്ചം നമ്മളെ റോഡിൻ്റെ അവിടെയാണ് കേട്ടോ. റോഡിൻ്റെ അവിടെയും നല്ല കരിയിലാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നിൽക്കുന്ന ഒരു മരവും കൂടെ വലുതായ എനിക്ക് നല്ലതുപോലെ തൂക്കാൻ കാണും. അത് ഞാൻ പറഞ്ഞ നമ്മളെ ബാക്കിൽ നിൽക്കുന്ന ആ മഹാഗണി അതേ മരമാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത്. അപ്പം ഇങ്ങനെ റോഡ് ഇങ്ങനെ വൃത്തിയാക്കണം കേട്ടോ. അപ്പം നമ്മളെ ഈ മെയിൻ റോഡായതുകൊണ്ട് മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതേ കണക്കിങ്ങനെ കുപ്പിയും അഴുക്കൊക്കെ ഉള്ള എന്ന് വെച്ചാൽ ഒക്കെ അഴിച്ചിട്ടുള്ള വേസ്റ്റുകൾ വരെ അവരിങ്ങോട്ട് റോഡിലോട്ടാണ് ഇപ്പോൾ കളയുന്നത്. അപ്പോൾ ആരും കണ്ടില്ലെങ്കിൽ ആൾക്കാരെ വീട്ടിൻ്റെ മുമ്പേയൊക്കെ കൊണ്ടുവന്നിടും. അപ്പോൾ അതാണ് ഇന്നിപ്പോൾ ഞാൻ ഇങ്ങനെ തൂത്തുകൊണ്ട് വന്നപ്പോൾ ഒരു കുപ്പി കിടന്നു. പിന്നെ ഞാൻ കുപ്പി എടുത്തങ്ങ് തട്ടിക്കളഞ്ഞു. അപ്പോൾ നമ്മളിതാ ഇവിടെയും കൂടെ ഒന്ന് ക്ലീനാക്കി. ഇവിടെയൊക്കെ നല്ല പുല്ലൊക്കെ ഒരുവിധം ഉണങ്ങി വയ്ക്കണം കേട്ടോ. അപ്പം ഇനി നമുക്കിനി ഈ മരത്തിൻ്റെ അവിടെയുള്ളൂ. അപ്പം കുറേശ്ശെയൊക്കെ എല്ലാം ക്ലീൻ ചെയ്ത് വരുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞ് കുറച്ച് ജോലികളൊക്കെ പെട്ടെന്ന് നമുക്ക് ഒതുങ്ങി കണക്ക് തോന്നും. പിന്നെ ഇവിടെ തൂക്കുന്ന കാര്യം ആ ബാഗ് തൂക്കുന്ന കാര്യമൊക്കെ ഭയങ്കര പാടാണ്. എങ്കിലും ഞാൻ വിചാരിച്ചു എങ്കിലും എല്ലായിടും ഒന്ന് ക്ലീൻ ആവുമല്ലോ. അപ്പോൾ അങ്ങനെ കുറേശ്ശെ നമ്മളെല്ലാം ഇടം ഒന്ന് ക്ലീനാക്കി ഇങ്ങനെ എടുക്കാമെന്ന് കരുതി. അപ്പം നമുക്കിപ്പോൾ ഈ തവണ കുരുമുളകൊന്നും പറിക്കാനായിട്ട് വലുതായിട്ടില്ല കേട്ടോ. കുരുമുളകാണ് അവിടെ ആ സൈഡിൽ നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഒരു ദിവസം കുരുമുളക് പറിച്ചപ്പോൾ നിങ്ങളെയും കൂടെ കാണിച്ചു തരാം. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിതാ ഇവിടെ തൂക്കണം കേട്ടോ. ഇവിടെ മാവിൻ്റെ ഇല മാത്രമേ ഉള്ളൂ കേട്ടോ. മാവിൻ്റെ ഇല നല്ലതുപോലെ പൊഴിയും. പക്ഷെ നമുക്കുള്ളതല്ല, വേറെ ആൾക്കാരൊക്കെ ഉള്ളതാണ്. എൻ്റെ നാത്തൂനുള്ളതൊക്കെ തന്നെയാണ്. മാവിൻ്റെ ഇല നമ്മളാണ് തൂക്കണതേ ഉള്ളൂ. എങ്കിലും ഫുള്ള് നമ്മളിങ്ങോട്ടാണ് മാവിൻ്റെ ഇല വീഴുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി ഇടണം. അപ്പം എന്താ പറയണ്ടത്, നമ്മൾ എല്ലാവർക്കും നമ്മുടെ ഡേ മൈ ലൈഫൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് ആ വീഡിയോ ഇടാനോ അതോ പാചക വീഡിയോ ഇടാനോ നിങ്ങൾ ഇഷ്ടം കണക്ക് പറയണം കേട്ടോ. പിന്നെ നമ്മളെ വീഡിയോ അത്ര ബോറൊന്നും ആവുന്നില്ലല്ലോ അല്ലേ. അപ്പോൾ നിങ്ങളെ കമൻറ്റുകളും കൂടെയൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ഡേ മൈ ലൈഫായിട്ട് ചെയ്യാനുള്ളത് ഒന്നും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം കാണിക്കാനേ ഇവിടെ പ്രത്യേകിച്ച് വേറെ ഒന്നും ഇല്ല കേട്ടോ. കുക്കിങ്ങോ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്നൊക്കെ ഞാൻ കരുതി. അപ്പോൾ ഉപ്പുമാവ് ഞാൻ ആദ്യം വിചാരിച്ചു നമുക്ക് ഉപ്പുമാവ് അവിടെ യൂസ് ചെയ്യുന്ന അടുപ്പിൽ തന്നെ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ കറണ്ട് ഇല്ലെങ്കിൽ പിന്നെ കറണ്ട് അടുപ്പ് വർക്കാവത്തില്ല. അപ്പോഴേക്കും ഞാനിതെല്ലാം റെഡിയാക്കിയപ്പോഴേക്ക് കറണ്ട് പോയി. അപ്പോൾ ഞാൻ ഇഞ്ചിയും നമ്മളെ വലിയ സവാള, പച്ചമുളക് ഒക്കെയാണ് എണ്ണയിൽ കടുക് വറുത്ത് ഇതെല്ലാം കൂടെ ഇട്ട് ഒന്ന് മൂത്ത് വരപ്പം വെള്ളം ഒഴിക്കും. വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം തിളച്ച് വരാറായപ്പോൾ ഇത്തിരി ശകലം ഉപ്പിട്ട് അതൊന്നും കൂടെ തിളക്കിയപ്പം അതിലോട്ട് മാവ് തട്ടിയിട്ട് ഇങ്ങനെ എടുക്കും. ഇന്ന് ഉപ്പുമാവ് ഉണ്ടാക്കിയപ്പോൾ എനിക്ക് പറ്റിയ അബദ്ധമെന്ന് വെച്ചാൽ വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും കൂടെ ഒഴിച്ചു കൊടുത്തു. അപ്പോഴേക്ക് ഇത്തിരി ഒന്ന് ചെറിയൊരു ലൂസ് കണക്കായി. ലൂസ് എന്ന് പറഞ്ഞാൽ മറ്റേ തരിതരിപ്പായിട്ടുള്ളതല്ല, ചെറിയൊരു വെള്ളത്തിൻ്റെ ഒരു അംശം ഉള്ള കണക്കൊരു ഫീല് ആണ് കണ്ടപ്പോൾ. എങ്കിലും കുഴപ്പമില്ല, കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും സവാളയും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഇനി കുറേശ്ശെ ജോലികളെല്ലാം ഒതുക്കാമല്ലോ എന്ന് കരുതി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം എന്നും വീഡിയോ ഇടാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. നടക്കുന്നുണ്ട്. ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് കണ്ടിന്യൂ ആയിട്ട് ആ വീഡിയോ ഇടുന്നുണ്ട്. അപ്പം വാച്ചിങ് അവറൊക്കെ ഉള്ളതുകൊണ്ടാണ് ഡെയിലി വീഡിയോ ഇടുന്നതും കമൻറ്റുകളും ഉണ്ട്. അപ്പോൾ ഇനി നിങ്ങളൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റും നിങ്ങളെ അഭിപ്രായങ്ങളും എല്ലാം ഇടണം കേട്ടോ. അതിന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അഭിപ്രായം ഇടാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല.
നമുക്ക് എന്തെങ്കിലും തെറ്റുകുറ്റം ഉണ്ടെങ്കിൽ അത് ഇതിൽ കൂടെ പെടുത്തി വീഡിയോ എടുക്കാൻ പറ്റുമല്ലോ. അപ്പം ഞാനിതിൽ ഇവിടെ എൻ്റെ ഫോണിൽ തന്നെയാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പം സാധാ ക്യാമറയിൽ തന്നെയാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ അതാ ഇങ്ങനെ കുറേച്ച് ഇങ്ങനെ അരിഞ്ഞ് നമുക്ക് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ള ജോലിയിലൊക്കെ പോകാം. അപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു. കുറച്ച് പേര് ഇന്നലെ രാത്രിയാണ് വീഡിയോ ഇട്ടത്. അപ്പോൾ കുറച്ച് പേർക്ക് കമൻറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി അങ്ങോട്ട് നിങ്ങളെ കമൻറ്റുകളും അഭിപ്രായങ്ങളും എല്ലാം ഞാൻ പ്രതീക്ഷിച്ചാണ് ഡെയിലി വീഡിയോ ഇടാമെന്ന് കരുതുന്നത്. പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും നമ്മളെ വീഡിയോയിൽ ഇല്ല. നമ്മൾ ഓരോ ദിവസം എങ്ങനെയാണ് കഴിഞ്ഞു പോകുന്നതും അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വലുതായിട്ടുള്ള ഒരിതുമില്ല. അപ്പം ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് എല്ലാ സാധനങ്ങളും നമ്മൾ അടുത്ത് കൊണ്ടുവന്ന് വെച്ച് നമുക്കിപ്പോൾ പെട്ടെന്ന് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ എടുക്കാൻ പോകുമ്പോഴേക്കും അത് കരിയും. അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കി ഒക്കെ വെച്ചു. അപ്പം ഞാൻ ഉള്ളിയും പച്ചമുളകൊക്കെ ഇങ്ങനെ അരിഞ്ഞ് വെച്ചേക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞതാ ഞാൻ ഈ അടുപ്പിൽ വയ്ക്കാമെന്ന് കരുതി. അപ്പോൾ ഈ അടുപ്പിൽ ഇങ്ങനെ വെക്കാനായിട്ട് എല്ലാം ഒന്ന് റെഡിയാക്കി വന്നപ്പോഴാണ് കറണ്ട് അപ്പോൾ ഒന്ന് പോയി. പിന്നെ വീണ്ടും പെട്ടെന്ന് തന്നെ കറണ്ട് വന്നു. അപ്പോൾ പോയ നേരം കൊണ്ട് ഞാൻ വിചാരിച്ച് പോയെങ്കിൽ പിന്നെ നമുക്ക് ഗ്യാസ് അടുപ്പിൽ തന്നെ വെക്കാം. പിന്നെ ഇതിലിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കറണ്ട് ബില്ലൊന്നും വലുതായിട്ടില്ല കേട്ടോ. വലിയ കറണ്ട് ബില്ലൊന്നും വരുന്നില്ല, എങ്കിലും കുഴപ്പമില്ല എന്ന് പറയാം. അപ്പോൾ ഇത് അണ്ണൻ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ അത് കറണ്ട് പോയ സമയം കൊണ്ട് ഞാൻ വിചാരിച്ചു ഗ്യാസിൽ തന്നെ വെക്കാമെന്ന് കരുതി. അപ്പോൾ അങ്ങനെ ഗ്യാസ് അടുപ്പിലെടുത്ത് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാത്രത്തിൻ്റെ ആ ഒരു വെട്ടം കൊണ്ട് എനിക്ക് തോന്നി വീഡിയോ എടുക്കാനായിട്ട് പറ്റുമോ പാത്രം. അപ്പോൾ ഞാൻ പിന്നെ പാത്രത്തിൻ്റെ ആ ഒരു ഭയങ്കരമായിട്ട് വെട്ടം നമുക്ക് പുറത്തുനിന്ന് അടിക്കുന്നതുകൊണ്ട് അപ്പോൾ അങ്ങനെ അതൊക്കെ എടുത്ത് മാറ്റി വെച്ചു. പിന്നെ ഇതൊക്കെ ടിന്നുകളാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ടിന്നുകൾ ഇങ്ങോട്ട് എടുത്ത് മാറ്റി വെച്ചായിരുന്നു. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഉള്ളിയൊക്കെ എണ്ണ ഒഴിച്ച് ഉള്ളിയിട്ട് കടുകൊക്കെ ഇങ്ങനെ വറുക്കാനായിട്ടൊക്കെ വറുത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കണം കേട്ടോ. അപ്പം നമുക്ക് ഇനി ഇതിലാണ് നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കണം. അപ്പം ഞാൻ ഒരു കൈ കൊണ്ട് വീഡിയോയും പിടിച്ച് ഒരു കൈ കൊണ്ടാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഒരു ഇനിയിപ്പോൾ തേങ്ങ ഉണ്ടായിരുന്നു, കുഞ്ഞ് തേങ്ങ. അപ്പോൾ ഈ തേങ്ങ ഇടുന്നത് ഒരു ടേസ്റ്റാണ് കേട്ടോ നമ്മൾ. അപ്പം ഞാൻ ഉപ്പിട്ടു. അതിനുശേഷം ഞാൻ കട്ടൻ ചായക്ക് ഇത്തിരി വെള്ളവും കൂടെ വെച്ചായിരുന്നു കേട്ടോ. ഞാൻ ഇവിടെ കാപ്പി കുടിക്കുമ്പോൾ എന്തെങ്കിലും ഇത്തിരി കട്ടൻ ചായയോ എന്തെങ്കിലുമൊക്കെ കുടിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഉച്ചക്കത്തെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. ഉച്ചക്കത്തെ വീഡിയോ ഞാൻ എടുത്തില്ല. എല്ലാ വീഡിയോയും കൂടെ ഇടുമ്പോൾ ഒരു ബോറാവുമെന്ന് കരുതി ഞാൻ രാവിലത്തെ വീഡിയോ മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ ഓരോ ദിവസവും ഇന്നിപ്പോൾ രാവിലെ ആണെങ്കിൽ നാളെ ഉച്ച അങ്ങനെ എടുക്കാമെന്ന് കരുതി. ഇപ്പോൾ കട്ടൻ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എനിക്ക് കുടിക്കാനാണ്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം, എനിക്ക് കട്ടൻ ചായ കാപ്പി ഇതൊക്കെ എപ്പോഴും കുടിക്കണം, ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുടിക്കണം. അത് കുടിക്കുന്ന അത്ര നല്ലതല്ലെന്ന് പറയുമെങ്കിലും ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഇട്ട് കുടിക്കാറുണ്ട്. നമ്മളിങ്ങനെ കട്ടൻ ചായ അപ്പോഴേക്ക് ഞാൻ ഉപ്പുമാവ് അപ്പുറത്തോട്ട് ആക്കിയപ്പോഴേക്ക് കറണ്ട് വന്നുകൊണ്ടാണ് പിന്നെ കട്ടൻ ചായ ഈ അടുപ്പിൽ തന്നെ വെച്ചത്. അപ്പോൾ ഇതിൽ പെട്ടെന്ന് ഇങ്ങനെ ആവും കേട്ടോ. അപ്പം നമ്മൾ ഉപ്പുമാവിൻ്റെ കാര്യമൊക്കെ ഏകദേശം എല്ലാം ഒരുവിധമൊക്കെ റെഡിയായി വരുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. അപ്പോൾ എൻ്റെ വീഡിയോയൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, നിങ്ങളെ സപ്പോർട്ടൊക്കെ വേണം. അപ്പോൾ ഇനി നമുക്കൊരു അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നല്ല കൂട്ടുകാരെല്ലാം എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് എനിക്ക് എന്തായാലും വേണം. അപ്പോൾ ഓക്കെ, ബൈ.